കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനാകും എന്ന പ്രത്യാശയിൽ PBTA ഓൾ കേരള ബസ് ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനിൽ ലയിച്ചു. ചൊവ്വാഴ്ച പെരുമ്പാവൂരിൽ ആയിരുന്നു ലയന സമ്മേളനം. സമ്മേളനത്തിൽ നേതാക്കളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച PBTA എന്ന സംഘടന ഓൾ കേരള ബസ് ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനിൽ ലയിച്ചു. ലയന സമ്മേളനം ചൊവ്വാഴ്ച പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ നടന്നു. ഓൾ കേരള ബസ് ഓണേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ഗോപിനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ KSRTCയിലെ സ്ത്രീ സൗജന്യ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 35 ദിവസമാണ്. ഞങ്ങളുടെ പ്രാഥമിക കണക്കെടുപ്പിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾക്ക് ഏതാണ്ട് 90 കോടി രൂപയുടെ നഷ്ടം ഇതുകൊണ്ട് മാത്രം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സർക്കാരുമായിട്ട് പലതവണ ചർച്ച ചെയ്യുന്ന സമയങ്ങളിലൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുകയല്ലാതെ ഇതേവരെ അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നാളെ കോഴിക്കോട് അതിൻ്റെ ഹിയറിംഗ് നടക്കുകയാണ്. 1-ാം തീയതി തിരുവനന്തപുരത്ത് അതിൻ്റെ ഹിയറിംഗ് നടക്കുകയാണ്. 6 ആഴ്ച സമയമാണ് ചോദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ദിവസം പോലും ഓടാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുക. 800ഓളം ബസ്സുകൾ ഇപ്പോൾ കയറ്റിയിട്ട് കഴിഞ്ഞു. ഒരു 2-3000 ബസ്സുകൾ അവർക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ഓടാൻ കഴിയാതെ രാവിലെ മുതൽ ഉച്ച വരെയും ചിലവർ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് ഓടുക. ഒരു സ്വകാര്യ ബസ് ഓടിയില്ലെങ്കിൽ ഒരു ദിവസം 1000-ലധികം യാത്രക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടൊരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ എന്നേക്കുമായിട്ട് നിശ്ചലമാകുന്ന ഒരു സ്ഥിതിയാണ് വരാൻ പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1000ഓളം ബസ്സുകൾ നിർത്തി എന്ന് പറയുമ്പോൾ ഈ ബസ്സുകൾക്കൊക്കെ വലിയ EMI അടയ്ക്കാൻ ബാക്കിയുള്ളതാണ്. നിങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യത 50-55 ലക്ഷം വരെയുള്ള ബസ്സുകളാണ്. അപ്പോൾ ഒരു ബസ് നിർത്തിയാൽ ആ ബസ് ഉടമയ്ക്ക് തങ്ങളുടെ കിടപ്പാടം പോലും പണയപ്പെടുത്തി വാങ്ങിയിട്ടുള്ള ബസ്സുകളാണത്. അപ്പോൾ ഈ കാര്യമൊക്കെ സർക്കാർ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാരിന് മുമ്പിൽ വെക്കാനുള്ള ഒരു ആവശ്യം ഒന്നുമില്ല. ഞങ്ങളുടെ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കുക, ഞങ്ങളുടെ തൊഴിലാളികളോട് കൂടി സർക്കാർ ബസ്സുകൾ ഏറ്റെടുക്കുക. ഏതാണ്ട് 50-60,000ഓളം തൊഴിലാളികൾ ഡയറക്റ്റായിട്ട് ജോലി ചെയ്യുന്ന, അത് കേവലം നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാർ, സംസ്ഥാനത്തെ മലയാളികൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണിത്. അന്യസംസ്ഥാന തൊഴിലാളികളൊന്നും കടന്നു വരാത്ത മലയാളികൾ മാത്രം ജോലി ചെയ്യുന്ന സ്വകാര്യ ബസ് 10-60,000ഓളം സ്വകാര്യ ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലും 10-15,000 ബസ് ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നു എന്നൊരു സാഹചര്യവും നിലനിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സ്വകാര്യ ബസ്സുകൾ ഇല്ലാതാവാതിരിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സാണ്, ഞങ്ങൾ മുതൽ മുടക്കിയവരാണ്. ഞങ്ങൾ മുതൽ മുടക്കിയ ഞങ്ങളെ നിലനിർത്താൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കണം. ഞങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ 3-4 നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന സ്ത്രീ യാത്രക്കാർക്ക് ഏതാണ്ട് ഇവിടെ 70% സ്വകാര്യ ബസ്സുകളാണ്. KSRTC സംബന്ധിച്ചും കേവലം 30% മാത്രമേ KSRTC ബസ്സുകളുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് സ്ത്രീകൾക്ക് മാത്രമേ അതിൽ സൗജന്യ യാത്ര ലഭിക്കുകയുള്ളൂ. അപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര ലഭിക്കുന്ന തരത്തിൽ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന സ്ത്രീകൾക്ക് കൂടി 0 ടിക്കറ്റിംഗ് സംവിധാനം നടപ്പിലാക്കി ആ പണം ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഞങ്ങൾ സർക്കാരിന് മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളടിക്കുന്ന ഡീസലിൻ്റെ സെയിൽ ടാക്സിൽ ഇളവ് നൽകണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ അതുമാതിരി തന്നെ ഞങ്ങളുടെ വർഷങ്ങളായിട്ട് വർദ്ധിപ്പിക്കാത്ത വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം. പ്രവർത്തന ചെലവിന് ആനുപാതികമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സർക്കാരിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ്, സംസ്ഥാന ട്രഷറർ പ്രദീപ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് പ്രഭാകരൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി മുനാജ്, പെരുമ്പാവൂർ മേഖലാ പ്രസിഡന്റ് റസാഖ് താരൂസ്, രതീഷ്, എൽദോസ് അമൃത, മുജി ശക്തി, സജിത്ത്, സുനീർ കോക്കാടൻ, സുരേഷ് മൂവാറ്റുപുഴ, റെഡ് ബുൾ ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു. 162ഓളം അംഗങ്ങളുള്ള സംഘടനയാണ് PBTA. കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ മേഖലയിൽ നിന്നുള്ള അംഗങ്ങളാണ് സംഘടനയിൽ ഉള്ളത്. ലയനത്തോടെ കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. PBTA എന്ന് പറയുന്ന സംഘടന നമുക്കെല്ലാവർക്കും അറിയാം, എറണാകുളം ജില്ലയിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയായിരുന്നു. അത് 10 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ചില മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ളതുകൊണ്ട് നമ്മൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന
ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടനയായിട്ട് സംയുക്തമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലയന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നത്. അപ്പോൾ പെരുമ്പാവൂരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ 10 വർഷമായിട്ട് തൊഴിലാളികളെയും ഉടമകളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് PBTA. സ്കൂൾ തുറക്കുന്ന സമയത്ത് തൊഴിലാളികളുടെ കുട്ടികൾക്കായിട്ടുള്ള പഠനോപകരണ വിതരണം, അതേപോലെ ഓണക്കിറ്റ്, റംസാന്, ക്രിസ്തുമസ് തുടങ്ങിയ വിവിധ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ PBTA എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഘടനയാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ചില മേഖലകളിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു പരിഗണന കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഇപ്പോൾ എറണാകുളം RTO, മൂവാറ്റുപുഴ RTO എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹിയറിങ്ങിന് വിളിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ക്ഷണിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അപ്പോൾ നമുക്കൊരു സംസ്ഥാന സംഘടനയിൽ പ്രവർത്തിക്കണം എന്നൊരു ഇത് വന്നതുകൊണ്ട് നമ്മൾ ഇതിൽ ലയിച്ചു. ഇന്ന് 21-ാം തീയതി ഇന്ന് മുതൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.